Okay, good afternoon. Good afternoon. Good afternoon. പക്ഷെ എന്നോട് കേറട്ടെ കേട്ടോ. Okay. എവിടെ പോയി എല്ലാവരും? Yes, good afternoon to all. Good afternoon. Good afternoon, miss. Good afternoon. എങ്ങനെയുണ്ടായ വിഷയമൊക്കെ? നല്ലായിരുന്നു മിസ്. നല്ല. കണിയൊക്കെ വെച്ചല്ലോ. കണി വെച്ചു, കണി കണ്ടു. കൈനീട്ടം കിട്ടിയോ? കിട്ടി മിസ്. കിട്ടി. കൈ നിറഞ്ഞോ? കൈനീട്ടം കിട്ടി? അങ്ങനല്ല. പറയാനൊന്നും കിട്ടിയില്ല മിസ് അല്ലേ? പിന്നെന്താണ് സദ്യവട്ടങ്ങൾ ഒരുക്കി? അതൊക്കെ ചെയ്തു. എന്തായിരുന്നു സ്പെഷ്യല് പായസം? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ ദിവ്യ. എങ്ങനെയുണ്ടായ അവിടെ വിഷു? ഒരു 12 കൂട്ടം കറിയും പാലടയും ഒക്കെ വെച്ചിട്ട് ആഘോഷിച്ചു. പിന്നെ ഞങ്ങളെ തൃശ്ശൂർ വിഷുക്കട്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ വിഷുക്കട്ട കഴിച്ചു. വിഷുക്കാരുടെ സ്പെഷ്യൽ വിഷുക്കട്ടയും മാങ്ങാക്കറി. അതാണ് കോമ്പിനേഷൻ. ഞങ്ങള് വിഷുക്കട്ടയും ഇത് ശർക്കരപ്പാനിയും ശർക്കരയും തേങ്ങാപ്പാലും കൂടിയിട്ട്. റസീനക്ക് മനസ്സിലായില്ല എന്താണ് വിഷുക്കട്ട എന്ന്. വിഷുക്കട്ട നമ്മളെ റോ റൈസ് ഉണ്ടല്ലോ, അതായത് ചോന്നരി എന്ന് പറയില്ലേ, കുത്തരി, അത് നാളികേരപ്പാലില് വേവിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കുറച്ച് ജീരകപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇടും. എന്നിട്ട് ഏറ്റവും അവസാനം നല്ല കട്ടിയുള്ള പാൽ വെച്ചിട്ട് അതിങ്ങനെ വരട്ടിയെടുക്കും, ഇലയിൽ പരത്തും, കട്ട് ചെയ്യും, കഴിക്കും.
ഓ അതാണല്ലേ ദിവ്യയുടെ ഇലയിൽ ഉണ്ടായിരുന്നത്. ഞാനത് സൂം ചെയ്ത് എത്ര നോക്കിയിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല. ഇവളെന്താ ഇത് ഇതിനകത്ത് ഒരു പീസ് വെച്ചേക്കുന്നു. ഓക്കെ. പായസം എന്തായിരുന്നു? പായസം പാലട ആയിരുന്നു. സെയിം. പിങ്ക് കളറിൽ ഉണ്ടാവുമല്ലോ പാലട. ഓക്കെ. പാലട ടീച്ചറെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറെ? വിഷു അടിച്ചു പൊളിച്ചാ? വിഷു ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. സാരിയാണോ അടുത്തത്? ആ സാരിയാണ്. സാരിയല്ല, സെറ്റുമുണ്ട്. ഓക്കെ. എന്നിട്ട് എവിടെ വിരുന്ന് പോകുക അങ്ങനെയൊന്നുമില്ല? അമ്പലത്തിൽ പോയി രാവിലെ, പിന്നെ വീട്ടില് പോയി, പിന്നെ പടക്കം പൊട്ടിച്ചു, അങ്ങനെയൊക്കെ ആഘോഷിച്ചു. അങ്ങനെ വിഷു കഴിഞ്ഞു പോയല്ലേ, പറഞ്ഞു വിഷു പെട്ടെന്ന് പോയി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി വിഷു ആഘോഷം? ഹാപ്പി ആയിരുന്നു എല്ലാവരും? ഒന്നുമില്ലായിരുന്നു. എന്താണ് റസീന? അല്ല, ഇവിടെ വീട്ടിലെ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു. ആഘോഷം ഉണ്ടായില്ല. എല്ലാവരുടെ വിഷു കഴിഞ്ഞ ക്ഷീണത്തിലാണോ? അതിനെ ചെറുതായിട്ടൊരു പട്ടി കടിച്ചതിന്റെ, അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ എങ്ങനെയാ ഇരിക്കും. റസീന? വീടിന്റെ അടുത്തുള്ള വളർത്തുന്ന പട്ടിയാ. അവിടുത്തെ കുഞ്ഞിനെ കടിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പോയി എടുത്ത, പക്ഷെ എന്റെ കാലിൽ കടിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലാണോ എല്ലാവരും? എവിടെയാണോ നിങ്ങൾ എല്ലാവരും? വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണ്. വീട്ടിലാണ് മിസ്. ഞങ്ങൾ ഇന്ന് ചിലപ്പോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ക്ലാസ്, പക്ഷെ കുറെ പേര് കേറിയില്ലെങ്കിലോ എന്ന് ഓർത്ത്. ഇന്നലെ ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അതുകൊണ്ട് കുറെ കുട്ടികൾ സംശയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഇല്ലേ ഉണ്ടോ എന്നുള്ളതില്. ഹോളിഡേ അല്ലേ? അറിയിച്ചിട്ടുണ്ടായില്ല. അല്ല, മെസ്സേജ് വന്നില്ല മിസ് ക്ലാസ് റൂമിൽ. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു വിഷു ആയതുകൊണ്ട് എന്തായാലും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. നാളെ ക്ലാസ് കാണുമല്ലോ മിസ് അല്ലേ? നാളെ ഉണ്ടാവും, മറ്റന്നാളോ ഉണ്ടാവും. ഫ്രൈഡേ ചിലപ്പോ ഉണ്ടാവില്ല, ചിലപ്പോ അറിയില്ല കേട്ടോ. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ക്രിസ്ത്യൻസിന് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ സഹവേളം പറയുന്നവർക്ക് പ്രോഗ്രാംസ് ആയിരിക്കുമല്ലോ അല്ലെ? അതെ മിസ്. അറിയില്ല എങ്ങനെയാണെന്ന്. ഇന്നലെ പായസവും കഴിച്ചിട്ട് എല്ലാവരും നല്ല ഉറക്കമൊക്കെ തന്നെയാണ്. ഉറങ്ങി മിസ്. പ്രേയർ ആരാണ്? പ്രേയർ. പ്രേയർ. ക്ലാസ് ഇല്ലാണ്ടായപ്പോഴേ മിസ് ആരും വന്നിട്ടില്ല ഇന്ന് പ്രേയറിന്. ഞാനങ്ങ് ചൊല്ലട്ടെ? ചൊല്ലിക്കോളൂ. ആരും ഇല്ലെങ്കിൽ ഞാൻ പ്രേയർ പാടാം. എന്നാ ജിഷ ചൊല്ലിക്കോ. ജീവിത ചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. ജീവിത ചക്ര വിധായക നായക സർവചരാചര ദേവ നമസ്തേ.
താരകസോനവിമോഹനഹാരം സൂരജചന്ദ്ര വിചേഷ്ടിതകേശം താരകസോന വിമോഹനഹാരം സൂരജചന്ദ്ര വിചേഷ്ടിതകേശം വനിയിൽ വയലിൽ വിരിയും കതിരിൽ കുടികൊള്ളൂ നിൻ പുഞ്ചിരിയെന്നും കുടികൊള്ളൂ നിൻ പുഞ്ചിരിയെന്നും. Okay. Next thought of the day. മിസ്സേ ഞാനാണേ. ഹലോ. പറഞ്ഞോ. Good afternoon, everyone. Welcome to today's class. Today's thought is, if you fail, never give up, because fail means first attempt in learning. I repeat, if you fail, never give up, because fail means first attempt in learning. പരാജയപ്പെട്ടെന്ന് കരുതി നാം ഒരിക്കലും പുറകോട്ട് പോകരുത്. കാരണം പരാജയം എന്നത് അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യപടിയാണ്. താങ്ക് യു. Okay, very good. Signing ഉണ്ടോ നിങ്ങളും? സൈനിങ് പ്രിപ്പയർ ഒന്നല്ല മാം, പറയാം. Good afternoon all. Welcome miss. Welcome to our section. Welcome friends. Today I like to sign in with a rhyming song. One little finger. One little finger, one little finger, tap, 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 tap. Point finger up, point finger down. Put it on your head, head. One little finger, one little finger, one little finger, tap, tap, tap. Point finger up, point finger down. Put it on your chin, chin. One little finger, one little finger, one little finger, tap, tap, tap. Point finger up, point finger down. Put it on your nose, nose. One little finger, one little finger, one little finger, tap, tap, tap. Point finger up, point finger down. Put it on your arm, arm. One little finger, one little finger, one little finger, tap, tap, tap. Point finger up, point finger down. Put it on your leg, leg. One little finger, one little finger, one little finger, tap, tap, tap. Point finger up, point finger down. Put it on your toes. Put it on your leg. Put it on your arm. Put it on your chin. Put it on your nose. Put it on your head. Thank you, ma'am. Okay, very good. Yes. Unit 7 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. Types of programs പറഞ്ഞു അല്ലേ? Community prayer, health and cleanliness programs, then socially useful productive work, SUPW. Yes. എന്താണ് SUPW? Is an integral part of the new school curriculum. Active involvement of pupils will inculcate the values such as dignity of labor, cooperation and mutual help. എന്താണ് SUPW എന്ന് പറയുന്നത്? സ്കൂൾ പാഠ്യപദ്ധതിയിലെ ഒരു പുതിയ സംരംഭമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പാർട്ടാണ്, അതായത് ഒരു അവിഭാജ്യ ഘടകമാണ് SUPW അഥവാ എന്താണ് സാമൂഹികമായി ഉപയോഗപ്രദമായ ഉത്പാദന പ്രവർത്തനം. SUPW, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഇന്നൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഒക്കെ ഉണ്ടാവും. എന്നാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്? മെയ് 8-ാം തീയതി.
ഡേറ്റ് ഓർത്ത് വെച്ച് ചെയ്തോളണം കേട്ടോ. തുടങ്ങി മിസ്സേ, കംപ്ലീറ്റ് ആയില്ല, തുടങ്ങിയിട്ടുണ്ട്. ശരി. എന്താണ് യൂണിറ്റ് 6 പോർഷൻ ബാക്കിയുണ്ട് മാം. അന്ന് സഫിയയുടെ പോർഷൻ സിറ്റിംഗ് അറേഞ്ച്മെന്റ്, യെസ് സഫിയ സീറ്റ് എടുക്കുന്നുണ്ടോ? അറേഞ്ച്മെന്റ്. സഫിയ പറഞ്ഞോ മിസ്സേ. എടുക്കുന്നുണ്ട് ഇപ്പോ? ഈ ദിവ്യക്ക് ഇപ്പൊ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടാ. അത് കുഴപ്പമില്ല, എടുക്കുന്നെങ്കിൽ എടുക്കാം. ദിവ്യ അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ഓക്കെ. യെസ്. അന്ന് എടുത്തില്ലെന്നായിരുന്നെങ്കിൽ ദിവ്യ അത് കംപ്ലീറ്റ് ചെയ്താനല്ലേ? ദിവ്യ ചോദിച്ചല്ലേ? സീറ്റ് അറേഞ്ച്മെന്റ് അല്ലേ ടീച്ചറെ പറയേണ്ടത്? അതെ അതെ. ഓക്കെ. പറയണോ? വേണ്ട വേണ്ട പറയണം. വേണ്ടേ? അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അല്ല ഞാൻ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ട് ഇരിക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കൈ കഴുകിയിട്ട് വന്നു. പറയണോ? വേണ്ട, പിന്നെ ഒരു ദിവസം എടുക്കാം. ഓക്കെ. SUPW is an integral part of the new school curriculum. സ്കൂൾ പാഠ്യപദ്ധതിയിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് SUPW എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് SUPW പ്രോഗ്രാംസ്? Active involvement of pupils will inculcate values such as dignity of labor, cooperation and mutual help. എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളുടെ സജീവമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ടാണ് SUPWs കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്? വാല്യൂസ് ഏതൊക്കെയാണ്? ഡിഗ്നിറ്റി ഓഫ് ലേബർ. എന്താണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്? അധ്വാനത്തിന്റെ മഹത്വം. ദെൻ കോഓപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. എന്താണ്? പരസ്പര സഹായം, സഹകരണം തുടങ്ങിയവയുടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക. എന്നൊരു മനോഭാവത്തോടു കൂടിയുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ത്? SUPW എന്ന് പറയുന്നത്. Help students for understand the needs of society. Understand the needs of society and develop positive things and actions. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഈ വാല്യൂസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണ്ടിയിട്ടാണ് എന്താ SUPW പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവരിൽ എന്തൊക്കെയുണ്ടോ? അധ്വാനത്തിന്റെ മഹത്വം എന്താണ്, എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, എത്രത്തോളം സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുക. അതോടുകൂടി എന്താണ്? അതോടൊപ്പം ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കുട്ടികളിലൂടെ സാധിക്കും. അതാണ് SUPW പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അത് ഒരു വിഭാഗമാണ് SUPW എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഉണ്ടെന്ന്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അസൈൻമെന്റ് ക്ലാസ് റൂമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെ അതെ. എത്ര പേജ് എഴുതണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ഉണ്ടായിരുന്നില്ല, സോറി, അതുകൊണ്ട് ചോദിച്ചു. 4 to 5 pages. 4 to 5 പേജ് എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. യെസ്. Then next program വരുന്നത് എന്താണ്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. The course of teaching subjects like social studies, language and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temper and citizenship. Next വരുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. എന്തായിരിക്കും സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻ എന്ന് പറയുന്നത്? പ്രത്യേക ക്ലാസ് റൂം സാഹചര്യങ്ങൾ. നമുക്ക് എങ്ങനെയൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നത്? ഇത് ചില സബ്ജക്ട്സിന് മാത്രമായിരിക്കും സാധ്യമാവുന്നത് അല്ലെ? ചില സബ്ജക്ട്സുകൾക്ക് മാത്രമേ അത് അത്തരത്തിൽ നമുക്ക് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഒരുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ സബ്ജക്ട്സുകളാണ്? ലൈക്ക് സോഷ്യൽ സ്റ്റഡീസ്, ടീച്ചിങ് സബ്ജക്ട്സ് ലൈക്ക് സോഷ്യൽ സ്റ്റഡീസ്, language and science. Then the teacher should emphasize ideas regarding values such as unity of religion. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റഡീസിലാണ്, സോഷ്യൽ സയൻസിലാണ് എന്ത്
യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റൈറ്റ്സിനെ കുറിച്ച്, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട്, ഭരണഘടനയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂയെ കുറിച്ചിട്ട് എല്ലാം പഠിക്കുന്നത് ഏതൊരു സബ്ജക്റ്റിലാണ്? ഏത് സബ്ജക്റ്റിലാണ്? സോഷ്യൽ സയൻസിലാണ് അല്ലെ, സമൂഹശാസ്ത്രത്തിലാണ് സാമൂഹ്യശാസ്ത്രത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ റിലീജിയസിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററീസ് അല്ലെങ്കിൽ മറ്റു ചരിത്രങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മഹാത്മാരെ കുറിച്ചിട്ടുള്ള സബ്ജക്ട്സുകൾ പഠിക്കുന്നത്. ഓക്കെ, ടോപ്പിക്സുകൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ കുറെ എന്താണ് ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവര് കാണിച്ചിരുന്ന എന്താ പറയുന്നത്, അവരുടെ ആ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, അവർ എത്രത്തോളം അതിലെ കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു എന്താണ് ഫ്രീഡം കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഏത് സബ്ജക്റ്റിലാണ്? സോഷ്യൽ സ്റ്റഡീസിലാണ് അതൊക്കെ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് സയൻസ് അല്ലെ, ലാംഗ്വേജ് ആൻഡ് സയൻസും എന്താണ് അതേപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്ട്സുകളാണ്. ദെൻ ഇത്തരം സബ്ജക്റ്റിലൂടെ നമുക്ക് പല പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എന്തിനൊക്കെ വേണ്ടിയിട്ട്? പല വാല്യൂസും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, പല വാല്യൂസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം സിറ്റുവേഷൻസ് നമുക്ക് ഒരുക്കാൻ സാധിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? യൂണിറ്റി ഓഫ് റിലീജിയൻ അല്ലെ, റിലീജിയനെ കുറിച്ച് യൂണിറ്റി ഓഫ് റിലീജിയൻ. ദെൻ നാഷണൽ ഇന്റഗ്രേഷൻ. എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? നാഷണൽ ഇന്റഗ്രേഷൻ പറയൂ. നാഷണൽ ഇന്റഗ്രേഷൻ എന്താണ്? ദേശീയോദ്ഗ്രഥനം എന്ന് കേട്ടിട്ടുണ്ടോ? ദേശീയോദ്ഗ്രഥനം. കേട്ടിട്ടുണ്ട്. യെസ്, നാഷണൽ. അപ്പൊ നമ്മൾ ഈ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ഒരുക്കുന്നതോടൊപ്പം എന്താണ് യൂണിറ്റി ഓഫ് റിലീജിയൻസ്. എന്താണ് യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്? യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? പറയൂ. എന്താണ് സയന്റിഫിക് ടെമ്പർ? എന്താണ് സിറ്റിസൺഷിപ്പ്? വളരെ ചെറിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? മതസൗഹാർദ്ദമാണോ? യെസ്, മതസൗഹാർദ്ദം അല്ലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയാം. നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനം വളർത്തുക അല്ലെ. നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേശീയോദ്ഗ്രഥനം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേശത്തിന്റെ ഐക്യമാണോ? ഇത്രയും ചെറിയ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. നാഷണൽ ഇന്റഗ്രേഷൻ എന്താണെന്ന് അടുത്ത ദിവസം ഒരു ഫുൾ പേജ് ഒന്ന് എഴുതിയിട്ടൊന്ന് കാണിക്കണം കേട്ടാ. പറഞ്ഞാൽ മതി. എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ? ഒരു ഹെഡിങ് കൊടുക്കാതെ എന്താണെന്ന് എഴുതിയിട്ട് ക്ലാസ്സിലൂടെ പറയണം. നമ്മളിത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സയന്റിഫിക് ടെമ്പർ? സയന്റിഫിക് ടെമ്പർ എന്താണെന്ന് അറിയാമോ? സയന്റിഫിക് ടെമ്പർ, സയന്റിഫിക് ടെമ്പർ പോട്ടെ, ഇതൊക്കെ പോട്ടെ. സിറ്റിസൺഷിപ്പ് എന്താന്ന് പറയൂ? പൗരത്വം. പൗരത്വം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ എന്താണ്? നല്ലൊരു പൗരനാണെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യം യൂണിറ്റ് ഓഫ് റിലീജിയൻ ആണെങ്കിലും നാഷണൽ ഇന്റഗ്രേഷൻ ആണെങ്കിലും സയന്റിഫിക് ടെമ്പർ എന്താണ്? മെയിൻ നല്ലൊരു പൗരനാണ് ഇതെല്ലാം ആർജിച്ചെടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ അല്ലെ, നമ്മുടെ ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അത്തരത്തില് എങ്ങനെയുള്ള ഒരു പൗരനായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന, എല്ലാ തരത്തിലുള്ള വാല്യൂസിനെ അംഗീകരിക്കുന്ന അല്ലെ, എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പൗരനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒരു പൗരനായിരിക്കണം നമ്മൾക്ക് ഓരോ വ്യക്തിയും. ആണായാലും പെണ്ണായാലും എന്താണ് അങ്ങനെയുള്ള ഒരു മനോവീര്യം എല്ലാവരിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാൻ വരുന്നത്? സയന്റിഫിക് ടെമ്പർ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനോഭാവമാണ് പല കാര്യങ്ങളോടും. അതായത് പല കാര്യങ്ങളും ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്?
ശാസ്ത്രീയമായിട്ടായിരിക്കും പല കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് അല്ലെ. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ടായിരിക്കും ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രശ്നങ്ങളെ അതിന്റെ നിരീക്ഷണത്തിലൂടെ പഠിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്താ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളിലായിരിക്കും സയന്റിഫിക് ടെമ്പർ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടല്ലേ നിങ്ങള് സയന്റിഫിക് ടെമ്പറോട് കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ. എന്തായിരിക്കും ഇപ്പൊ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്? വളരെ എളുപ്പമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, എന്നിട്ടാണ് നിങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. എന്താണ് മിണ്ടാതിരിക്കുന്നത്? എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ദിവ്യ ഒന്ന് പറഞ്ഞ ദിവ്യ എന്തായിരിക്കും സയന്റിഫിക് ടെമ്പർ എന്താ പറഞ്ഞേ? മാം ഞാൻ പോയിന്റ് എടുത്തത് കേട്ടില്ല, സ്റ്റക്കായിട്ട്. ഞാൻ കേറിയപ്പോ പിന്നെ ചോദിക്കാണ് എന്താ എടുത്തത്. അതായത് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പ്രോഗ്രാംസ്. പ്രത്യേകിച്ച് നമുക്ക് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്, ലാംഗ്വേജ് ആൻഡ് സയൻസിലാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ സിറ്റുവേഷൻസ് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് എന്താണ് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തില് പ്രത്യേക ക്ലാസ് റൂം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്? ഒന്ന് യൂണിറ്റി ഓഫ് റിലീജിയൻ. എന്താണ് ദിവ്യ യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ? സമൂഹത്തിന്റെ ഒത്തൊരുമയാണോ? യൂണിറ്റി ഓഫ് റിലീജിയൻ അല്ലല്ല, മതേതരമായ സാഹോദര്യ സമത്വം അങ്ങനെയാണോ? അങ്ങനെ ശരിയാണ്. എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള രീതിയിൽ അല്ലെ, എല്ലാ മതങ്ങളും നമ്മൾ ഒരുപോലെയാണ്. ഇന്ത്യക്കൊരു സ്വന്തമായ ഒരു മതമുണ്ടോ? ഇല്ല. ഇന്ത്യ എന്ത് സ്റ്റേറ്റ് ആണ്? ഇന്ത്യ എന്ത് കൺട്രിയാണ്? സെക്യുലർ കൺട്രിയാണ് അല്ലെ, മതേതരത്വ കൺട്രി. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കാണുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ എല്ലാ റിലീജിയന്റെയും യൂണിറ്റി ആണ് അവിടെ നോക്കുന്നത് അല്ലെ, യൂണിറ്റി ഓഫ് റിലീജിയൻ ആണ് അവിടെ പറയുന്നത്. ഇനി നാഷണൽ ഇന്റർഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഇന്റർഗ്രേഷൻ ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കാന്നല്ലേ? സംയോജിപ്പിക്കുക, ഇന്റർഗ്രേഷൻ അല്ലെങ്കിൽ ദേശീയോത്ഗ്രഥനം എന്ന് നമ്മൾ പറയും. ദേശീയോത്ഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വളരെ ചെറിയ കാര്യത. എല്ലാ കാസ്റ്റും ഒന്നാണെന്നുള്ള രീതിയിൽ സംയോജിപ്പിക്കണം. അതാണ് യൂണിറ്റി ഓഫ് റിലീജിയൻ. എന്താണ് നാഷണൽ ഇന്റർഗ്രേഷൻ എന്നാണ് ടീച്ചർ ചോദിച്ചത്. ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിനെ ഒരുമിച്ച് കാണുന്നത് അല്ലെ. ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെല്ലാം എന്താണ് ഒരേപോലെയാണ്. എല്ലാ സ്റ്റേറ്റ്സും ഒന്ന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്ക്, ആ സ്റ്റേറ്റ്സിലെല്ലാം തന്നെ എന്താണ് ഒരേ രീതിയിലാണ് കാണുന്നത് ഇന്ത്യ. അതാണ് നാഷണൽ ഇന്റർഗ്രേഷൻ. എല്ലാ രാജ്യങ്ങളും എല്ലാ സ്റ്റേറ്റ്സിനും എന്താണ് കൂട്ടിയോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം ഇന്റർഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് സിറ്റുവേഷൻസ് ആണ് ഇന്ത്യയിലുള്ളത്. അതേപോലെ തന്നെ എന്താണ് സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ്. അപ്പോ ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ പൗരനിലും ഇതുണ്ടായിരിക്കും, ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കും. സയന്റിഫിക് ടെമ്പർ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാവുന്ന പ്രശ്നത്തിനെ വളരെ മനോവീര്യത്തോടു കൂടി അല്ലെ, ഒരു പ്രശ്നം ഉണ്ടായി വെച്ചാൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, മനുഷ്യാവകാശം ലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പോരാടുകയാണ് ചെയ്യുന്നത്.
എന്താണ് ചെയ്യുന്നത്? ആ മനോവീര്യത്തോടുകൂടി പോരാടുക എന്നുള്ളതാണ് അവിടെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. പ്രത്യേക രീതിയിലെ പ്രശ്നത്തെ നമ്മള് വളരെയധികം മനോവീര്യത്തോടു കൂടി ഇതിനെ നേരിടുന്നു. അതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ കയ്യിൽ ഉചിതമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ് സയന്റിഫിക് ടെമ്പറോട് കൂടി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് വാദിച്ചു നേടുന്നതിന് വേണ്ടി അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആ രാജ്യത്തിനോടുള്ള ആ ഒരു എന്താ പറയാ വീര്യം കാണിക്കും അല്ലെ. ആ വീര്യം അതോടുകൂടി കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യം നേടിയെടുക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് നല്ലൊരു പൗരനായിട്ട് സിറ്റിസൺഷിപ്പ് മീൻസ് എന്താണ്? സിറ്റിസൺഷിപ്പ് ഒരു നല്ല പൗരന്റെ 5 ക്വാളിറ്റീസ് എന്ന് പറയാമോ? ഒരു നല്ല സിറ്റിസന്റെ 5 ക്വാളിറ്റീസ് വേണ്ട, ഒരു 3 എണ്ണം. എല്ലാരെയും തുല്യരായി കാണുക, ഈക്വൽ ആയിട്ട് കാണുന്ന ആളായിരിക്കണം. പിന്നെ അവിടെ തന്നെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. എല്ലാവരെയും മാനസികാവസ്ഥയിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്ന ആളായിരിക്കും അല്ലെ നല്ലൊരു സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുന്നു, എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്നു. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റീസ് എന്തായിരിക്കും? കൺട്രീനെ റെസ്പെക്ട് ചെയ്യുന്ന ആളായിരിക്കും. കൺട്രീനെ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ അഞ്ചും പറയാം നമുക്ക്. നാലാമത്തെ ക്വാളിറ്റി, ഒരു നല്ല സിറ്റിസൺ, നല്ല പൗരന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളൊക്കെ അനുസരിക്കുന്നവരായിരിക്കും. ഒബേ ദ ലോസ്. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ മൗലിക കടമകൾ നിറവേറ്റുന്നു. യെസ്, വെരി ഗുഡ്. ഇതാണ് വേണ്ടത് അല്ലെ, മൗലിക കടമകൾ. എന്താണ്? അല്ലെ, ഡ്യൂട്ടീസ്. മൗലിക കടമകൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു യഥാർത്ഥ പൗരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളില് ഈ നല്ല രീതിയിലുള്ള പൗരത്വം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോടുള്ള ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒരുമിച്ച് കാണാനുള്ള രീതിയിലുള്ള ആ ഒരു മനോഭാവം, ഇത്തരത്തിൽ ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ഓരോ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമുകളിൽ നമ്മൾ ചിട്ടപ്പെടുത്തും. ഓക്കെ, മനസ്സിലായോ? കുട്ടികളിൽ ഇത്തരത്തിലുള്ള എന്താണ് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മനോഭാവങ്ങൾ, അത്തരത്തിലുള്ള വാല്യൂസും കൂടി കുട്ടികളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്താണ്, എന്നും വർഗീയതകളും ലഹളവും അതുപോലെ തന്നെ യുദ്ധത്തിലേക്കായിരിക്കും ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. അത്തരത്തിലുള്ള മനോവീര്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നല്ല സിറ്റിസൺ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനീതി കാണുന്നിടത്ത് നമ്മൾക്ക് അവിടെ ശബ്ദമുയർത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം കുട്ടികളെ നമ്മൾ ഭാഗമാക്കി എടുക്കേണ്ടത്. ഓക്കെ, യെസ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ രാജ്യസ്നേഹികളാക്കി മാറ്റുക, അത് തന്നെയാണ് അതിന്റെ പ്രധാന ഉദ്ദേശം. സ്പെഷ്യൽ ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ല വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ല രാജ്യസ്നേഹികളെ വളർത്തിയെടുക്കുക. ഓക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്ട്സിനാണ് നമ്മളത് കൂടുതലും ചെയ്യാറ് അല്ലെ. അത്തരത്തില് എന്താണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, അത്തരം കാര്യങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്ട്സിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത്. മൗലിക കടമകൾ എന്തൊക്കെയാണ്, മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ. എത്ര അവകാശങ്ങളുണ്ട് നമുക്ക്? ഹ്യൂമൻ റൈറ്റ്സ് എത്ര ഉണ്ട്? എത്ര അവകാശങ്ങളുണ്ട്? നമുക്ക് 6 അവകാശങ്ങൾ അല്ലെ. ഹ്യൂമൻ റൈറ്റ്സ് 6 അവകാശങ്ങളുണ്ട്. ഇതിലൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഒരെണ്ണം എടുത്ത് കളഞ്ഞു. ഏതായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കളഞ്ഞു. സത്യാവകാശം എന്നുള്ളത് ഇപ്പൊ ഭരണഘടന മൗലിക അവകാശമല്ല, അത് നിയമപരമായുള്ള ഒരു അവകാശമാണ്. ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? Right to equality. Equality, right to freedom, right to equality. Right to vote. മൗലിക അവകാശങ്ങൾ പറയൂ. മൗലിക അവകാശങ്ങൾ പറയൂ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അല്ലെ? ഓക്കെ, പിന്നെ പറഞ്ഞോളൂ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതുണ്ടോ?
6 ആയോ? 6 ആയോ? ആരെണ്ണമായോ? ആരവകാശങ്ങളായോ? 6. ചൂഷണങ്ങൾക്കെതിരെയുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെയുള്ള ചൂഷണങ്ങൾക്കെതിരെ എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ. പിന്നെ ഭരണഘടനയിലെ 6 അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡറിൽ ഇപ്പൊ തന്നെ പറയണം കേട്ടോ. ഓക്കെ. അലക്ഷ്യ നോക്കൂ. കേട്ടോ എന്നാ പറഞ്ഞു. ഇത് മലയാളത്തിൽ പറയാന്നുള്ളവർ അങ്ങനെ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, പിന്നെന്താണ് മൂന്നാമത്തേത്? വിദ്യാഭ്യാസം, വിദ്യാഭ്യാസവും സംസ്കാരപരമായിട്ടുള്ള അവകാശം. പിന്നെ മതസ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം. റൈറ്റ് ടു ക്രിയേറ്റ്. പിന്നെ മിസ്സേ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം അതുണ്ടോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ. പിന്നെ എന്താണ് റൈറ്റ് ടു, അടുത്തത് എന്താണ്? 5ാമത്തെ അവകാശം ഏതായിരുന്നു? ഫ്രീഡം. ഭരണഘടനാപരമായ കാര്യങ്ങൾ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ. പിന്നെ ചൂഷണം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 5ാമത്തെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 6ാമത്താണ് എന്ത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഈ അവകാശങ്ങളിലൊക്കെ ഏതെങ്കിലും ലംഘനങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ എന്ത് 6ാമത്തെ അവകാശം എടുക്കുന്നത്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിലാണ് എന്ത് വരുന്നത്? റിട്ടുകൾ വരുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? റിട്സ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമാസ് റിട്സ് കേട്ടിട്ടില്ലേ? ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം ഹാജരാക്കുക. റിട്ടുകളാണ്. ഓക്കെ. യെസ്. സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രത്യേക സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. എന്താണ് കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്? Pupil may be aided to develop artistic talent and skills. The undermentioned occasions may be utilized for the purpose. Cultural and recreational activities. എന്താണ് cultural and recreational activities? സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണത്? കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ ആർട്ടിസ്റ്റിക് ടാലന്റ് ആൻഡ് സ്കിൽസ്, കുട്ടികളിൽ ആർട്ടിസ്റ്റിക് ടാലന്റുകളും സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൾച്ചറൽ റീക്രിയേഷണൽ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഒക്കേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാംസുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏതൊക്കെ പ്രോഗ്രാംസിലാണ് അത് ഉൾപ്പെടുത്താൻ കഴിയുന്നത്? ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ്, സ്പോർട്സ് ഡേയ്സ്. ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ്, സ്പോർട്സ് ഡേയ്സ്. സ്കൂൾ ആനിവേഴ്സറീസിലും അതുപോലെ തന്നെ സ്പോർട്സ് ഡേക്കുമാണ് കുട്ടികൾക്ക് എന്താണ് കൾച്ചറൽ പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. നെക്സ്റ്റ്, organizing cultural festivals, art exhibitions, musical performance, literacy display, etc. Then organizing cultural festivals അല്ലെ കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള ഫെസ്റ്റിവൽസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വഴിയിട്ടാണ് കുട്ടികൾക്ക് അവരുടെ ടാലൻസ് ഒക്കെ പുറത്തെടുക്കാനായിട്ട് കഴിയും അല്ലെ. ഫെസ്റ്റിവൽസ് വെക്കുന്നതോടൊപ്പം നെക്സ്റ്റ് എന്താണ് ആർട്ട് അല്ലെ. ആർട്ട് എക്സിബിഷൻസ് ഇതൊക്കെ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ആർട്ട് എക്സിബിഷൻസ്, പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസ്. ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ളവർക്കാണെങ്കിൽ എന്താണ് മ്യൂസിക്കൽ പെർഫോമൻസ്. അവിടെ മ്യൂസിക്കൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രമല്ല അല്ലെ, മറ്റ് ഇൻസ്ട്രുമെന്റ്സും വരുന്നുണ്ട്. വയലിൻ, തബല, ഗിത്താർ, വീണ തുടങ്ങിയ ഫ്ലൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് അത്തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കുറച്ചുകൂടി എന്തായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, അവർക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ആർട്ട് എക്സിബിഷൻസിന് എന്താണ് ആർട്ട് എക്സിബിഷൻസിൽ കുട്ടികൾ എന്തായിരിക്കും ചെയ്യുന്നത്? വിവിധ തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ട് വർക്ക്സുകള്, പെയിന്റിങ്സ്, ക്രാഫ്റ്റുകള്. യെസ്. പിന്നെ ലിറ്ററസി ഡിസ്പ്ലേസ്. എന്താണ് ലിറ്ററസി ഡിസ്പ്ലേസ്? ലിറ്ററസി ഡിസ്പ്ലേസ് സാക്ഷരതാപരമായിട്ടുള്ള ഡിസ്പ്ലേസുകൾ. അതിൽ എന്താ പറയുന്ന ഗ്രാഫ്സുകള്, ഗ്രാഫൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രാഫുകൾ, ചാർട്സുകളൊക്കെ തയ്യാറാക്കുന്നത്, അതിനൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നത് ഇത്തരത്തില് കൾച്ചറൽ ഫെസ്റ്റിവൽസ് നടക്കുന്ന ടൈമിലായിരിക്കും.
Okay. Yes, inspired students to participate hobbies. ഇനി എന്തൊക്കെയാണ് inspire students to participate in hobbies, games, sports, drama, folk dance, recreational, all mirroring ideas like the unity of our heritage, religious toleration. എന്താണ് inspire students to participate in hobbies? എന്താണ് ഹോബികൾ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ സാധിക്കും അല്ല അവരുടെ ഹോബീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ അതുപോലെ തന്നെ വിവിധ ഗെയിംസുകള് സ്പോർട്സ് ഐറ്റംസ് ഡ്രാമാസ് ഫോക്ക് ഡാൻസ് റെസിറ്റേഷൻസ് അല്ല റിക്രിയേഷൻ എന്നാണ് ഞാൻ വായിച്ചത് റെസിറ്റേഷൻസ് എന്താണ് റെസിറ്റേഷൻ പദ്യപാരായണം അല്ലെ പദ്യം ചൊല്ലൽ ഓക്കെ യെസ് അപ്പൊ അത്തരത്തിലുള്ള ഫങ്ഷൻസിലെ അല്ലെ അത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ കുട്ടികളെ പങ്കെടുക്കാനായിട്ട് എന്താണ് കൂടുതൽ പ്രചോദനമാണ് നമ്മൾ കൊടുക്കേണ്ടത് യെസ് then operating inter as well as intra school competition in different areas operating inter as well as intra school competition in different areas എന്താണ് ഇന്റർ ആൻഡ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് വേറെ സ്കൂളുകളിൽ നിന്നല്ലോ ഒരു സ്കൂളിൽ നിന്നല്ല പുറത്തുനിന്നുള്ള സ്കൂളുകളിൽ അതായത് സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ ഒരു ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് വരുന്നത് എപ്പോഴാണ് പ്രോഗ്രാം അങ്ങനെയാണോ കലോത്സവം അല്ലേ കലോത്സവ ടൈമിൽ അല്ലേ ഓക്കെ ആ ഒരു സമയത്താണ് നമ്മൾ എന്താണ് മറ്റു സ്കൂളുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് വരുന്നത് അല്ലെ നമ്മുടെ സ്കൂളിലേക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ മറ്റു സ്കൂളുകളിലേക്ക് പോയി പങ്കെടുക്കും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ വെച്ചായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അതങ്ങനെ സ്റ്റേറ്റ് ജില്ലാ തലം പിന്നെ സ്റ്റേറ്റ്സ് അങ്ങനെ അങ്ങനെ എന്താണ് ഓരോ പൊസിഷൻസ് കിട്ടുന്ന അനുസരിച്ച് റാങ്കിങ് അല്ലെങ്കിൽ അതിൽ വിജയം കരസ്ഥമാക്കുന്ന അനുസരിച്ച് എന്താണ് നമ്മൾ ഡിഫറെന്റ് ഏരിയാസിൽ പോയിട്ട് പങ്കെടുക്കും ഇതാണ് ഇന്റർ ആൻഡ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് കൾച്ചറൽ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ ടാലന്റ് ആൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇവിടെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ് സ്പോർട്സ് ഡേ എക്സെട്ര അതിലൂടെയൊക്കെ എന്താണ് നമുക്ക് കുട്ടികളുടെ ടാലന്റ്സ് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു organizing cultural festivals, art exhibitions, musical performance, literacy displays, etc. Inspire students to participate in hobbies, games, sports, drama, folk dance, recitations, all mirroring ideas like the unity of our heritage, religious toleration, etc. അപ്പോൾ എങ്ങനെയുള്ള പദ്യങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മുടെ യൂണിറ്റി നിലനിർത്തുന്ന തരത്തിൽ യൂണിറ്റി ഓഫ് ഹെറിറ്റേജ് ആൻഡ് റിലീജിയസ് ടോളറേഷൻ ഓക്കെ നമ്മുടെ റിലീജിയസിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കവിത പാരായണങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ ഇന്റർ ആൻഡ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ് അപ്പോൾ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാംസിലൂടെ മാത്രമായിരിക്കും നമുക്കത് സാധ്യമാകും നെക്സ്റ്റ് ഇത് മനസ്സിലായോ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് മനസ്സിലായി നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് training program. Citizenship training program. The pupil may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented. The citizenship programs. Citizenship എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നല്ല പൗരനാവുന്നതിന് നമ്മൾ എന്താണ് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അത്തരത്തിലുള്ള പരിശീലന പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യണം ഓക്കെ അതായത് സിവിക് കോൺഷ്യസ്നസ് ആ ഒരു എന്താ പറയുന്നത് സിവിക് കോൺഷ്യസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലായിട്ട് അല്ലെങ്കിൽ പൗരത്വം ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രോഗ്രാംസ് കണ്ടെത്തുന്നത് വഴി മാത്രമായിരിക്കും നമുക്ക് നല്ല സിറ്റിസൺസ് നല്ല പൗരന്മാരെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മള് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന് റെഗുലർലി ഓർഗനൈസിങ് സ്കൂൾ അസംബ്ലി എന്ത് ചെയ്യേണ്ടത് regularly organizing school അസംബ്ലികള് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക hoisting in the national flag and singing the national anthem
അസംബ്ലി കണ്ടക്ട് ചെയ്യുക, നാഷണൽ ഫ്ലാഗുകൾ ഹോസ്റ്റ് ചെയ്യുക, പിന്നെ എന്താണ് നാഷണൽ ആന്തംസ് ചൊല്ലുക. ഓക്കെ, അതുവഴി എന്താണ് സിറ്റിസൺഷിപ്പ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. Then organizing mock parliament and debates on local and national problems. Organizing mock parliament, അതായത് നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ക്ലബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലബ്ബ് നമ്മൾ തുടങ്ങിയിട്ട് ഇതിൽ കുറച്ച് കുട്ടികളെ ചേർക്കുക അല്ലെ. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ തന്നെ നമുക്കിത് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലാസ് റൂമിൽ കുറെ ക്ലബ്ബുകൾ കണ്ടിട്ടില്ല സ്കൂളിലൊക്കെ. അപ്പൊ മോക്ക് പാർലമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നാഷണൽ ഇഷ്യൂസിനെ പറ്റി, ലോക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് അവർക്കൊരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരിക്കും പാർലമെന്റ് പോലെ തന്നെ എന്താണ് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ അത് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതുമായി ചർച്ച നടത്താനുള്ള അവസരം കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, arranging trip to place of cultural, religious and historic importance. ഇനി നമ്മൾക്ക് എക്സ്കർഷൻസ് അല്ലെങ്കിൽ ട്രിപ്സുകൾ വെക്കാം. എവിടെ? കൾച്ചറൽ പ്ലേസസ് ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസുകൾ അല്ലെ, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ട് എന്താണ് ഒരു ട്രിപ്സ് അല്ലെങ്കിൽ എക്സ്കർഷൻസ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുവഴി എന്താണ് സിറ്റിസൺഷിപ്പ് എന്താണ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. Then celebrating national festivals. നാഷണൽ ഫെസ്റ്റിവൽസ് അല്ലാതെ ദേശീയമായിട്ടുള്ള എല്ലാ ആഘോഷ പരിപാടികളും നമ്മൾ ആഘോഷിക്കുക. ഏതൊക്കെയാണ് നാഷണൽ ഫെസ്റ്റിവൽസ്? റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ, എക്സെട്ര. ഓക്കെ, then establishing pre-friendship club and cooperative societies. Establish pre-friendship club and cooperative society. അതായത് കുട്ടികൾക്കിടയിൽ തന്നെ എന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പുകൾ നിലനിർത്തുന്ന തരത്തിലല്ലാതെ ഓരോ പൗരനിൽ നിന്നുള്ള എല്ലാ പ്രധാനമായിട്ട് ഇത്രേ ഉള്ളൂ. ഒരു ക്ലാസ് റൂമിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. ഒതുങ്ങി നിൽക്കേണ്ടത് ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി പോകേണ്ട കാര്യമാണ് കുട്ടികൾക്ക്. അപ്പൊ അതൊരു ക്ലബായിട്ട് രൂപീകരിച്ചുകൊണ്ട്, അതായത് കോപ്പറേറ്റീവ്, അതായത് കുട്ടികളുടെ ഒത്തൊരുമിച്ച് സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ഒന്നിച്ച് മുന്നോട്ട് പോവേണ്ടത്. അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? നല്ലൊരു പൗരത, നല്ലൊരു സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ സിവിക് വാല്യൂസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ എല്ലാ കുട്ടികളും വിടും അല്ലെ. ഒരു കുട്ടി മാത്രമല്ല, എല്ലാ കുട്ടികളും പല മനോഭാവങ്ങളുള്ള കുട്ടികളായിരുന്നു. പക്ഷെ പല മനോഭാവങ്ങളുള്ള കുട്ടികളെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ടുവരുന്ന തരത്തിലായിരിക്കും നമ്മുടെ പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇതൊന്ന് പഠിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഇത്തരം മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഒരു നല്ലൊരു സിസ്റ്റമിനെ നമ്മൾ വാർത്തെടുക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? റെഗുലർലി ഓർഗനൈസിങ് സ്കൂൾ അസംബ്ലികൾ റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക, നാഷണൽ ഫ്ലാഗ് ഉയർത്തുക, പിന്നെ എന്താണ് നാഷണൽ ആന്തം ചൊല്ലുക, പിന്നെ മോക്ക് പാർലമെന്റ് തയ്യാറാക്കുക അല്ലെ. മോക്ക് പാർലമെന്റിലെ ചെറിയ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പിന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസിലേക്ക് കുട്ടികൾക്ക് ട്രിപ്സിനുള്ള അനുമതി കൊടുക്കുന്നു. ദെൻ നാഷണൽ ഫെസ്റ്റിവൽസ് കുട്ടികളെ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നിവ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് സ്കൂളില് പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതോടുകൂടി എന്താണ് നമുക്ക് നല്ല രീതിയിൽ പൗരന്മാർക്ക്, അതായത് കുട്ടികളെ നല്ലൊരു പൗരനാക്കി വാർത്തെടുക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കാനും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടും സാധിക്കണം. ഓക്കെ, ഇത് മനസ്സിലായോ? സിറ്റിസൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. മനസ്സിലായി. ക്ലാസ് വെച്ചിട്ട് എവിടെയെങ്കിലും പോവാണോ? ലാസ്റ്റ് എന്താണ്? സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. സാമൂഹ്യ സേവന പരിപാടികൾ. Social service activities promote social belongingness, social cohesion and social well-being. Social cohesion എന്ന് വെച്ചാൽ സാമൂഹ്യ കെട്ടുറപ്പ്
കെട്ടുറപ്പ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ആൻഡ് സോഷ്യൽ വെൽബീയിങ്. The following activities may be organized for the purpose സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്? സോഷ്യൽ ബിലോങ്നെസ് അല്ലെ? സോഷ്യൽ ബിലോങ്നെസ് ഉണ്ടാക്കുന്നു, സോഷ്യൽ കൊഹിഷൻ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എല്ലാം ഒന്ന് തന്നെ അല്ലെ? സമൂഹത്തിനോട് നല്ലൊരു രീതിയിലുള്ള ഒരു മനോഭാവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു കെട്ടുറപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, സമൂഹത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പർപ്പസ് പറയുന്നത് എന്തൊക്കെയാണ്? Organization of literacy camps in rural areas, slum areas. അതിന്റെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ? റൂറൽ ഏരിയാസിലും സ്ലം ഏരിയാസിലും. സ്ലം എന്താണ്? തെരുവുകൾ അല്ലെ? സ്ലംസ്. അവിടെയൊക്കെ എന്താണ്? അവിടേക്കും ഫെസിലിറ്റീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് കുട്ടികളെ സംഘടിപ്പിച്ചു കൊണ്ടിട്ട് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഏരിയാസ് വിസിറ്റ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനും ഉള്ള ഒരു മനസ്സിലാക്കി കുട്ടികൾക്ക് ഉണ്ടാവും. Recreation voluntary service during local festivals. Recreation voluntary service during local festivals. ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് വോളണ്ടിയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടില്ലേ കുട്ടികള്? അത്തരത്തിൽ പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റിനോടൊരു സൊസൈറ്റിന് സെർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലെ? അത്തരത്തിൽ ഫെസ്റ്റിവൽസ്, ആഘോഷ പരിപാടികൾ നടക്കുന്ന സമയത്ത് വോളണ്ടിയേഴ്സ് പദവികള് കുട്ടികൾ ഏറ്റെടുത്ത് നടക്കുന്നത് വളരെയധികം എന്താണ്, അവരെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിറ്റിസൺ ആക്കുന്നതിനും അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊക്കെ ഒന്ന് സംയോജിപ്പിച്ചെടുക്കുക അല്ലെ? കൂട്ടി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്തിനാണ് വോളണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ? ഒരുമിച്ച് വോളണ്ടറി സർവീസസ് കൊടുക്കുന്നത് ഓരോ ഫെസ്റ്റിവൽസ് എടുക്കുമ്പോൾ നമ്മള് അവിടുത്തെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ? അതിനൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വോളണ്ടിയേഴ്സിനെ നമ്മൾ അല്ലെ ക്യൂ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ക്യൂ അറേഞ്ച് ചെയ്യണം. വോളണ്ടിയേഴ്സ്മാരായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? കൃത്യമായിട്ട് പോകണം, ഇന്ന രീതിയിൽ ഇന്ന ലൈനിൽ കൂടി പോകണം എന്ന് നമ്മളൊരു നിബന്ധനകൾ വെച്ചിട്ടാണ് വോളണ്ടിയേഴ്സ് ആ സർവീസസ് നടത്തുന്നത്. അപ്പൊ എന്താണ്, ആ പ്രോഗ്രാം നമുക്ക് നല്ല നീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വോളണ്ടിയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും വളരെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് വളരെ മോശമായിട്ടൊരു പരിപാടി ആയിരിക്കും സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു റെൻഡേഷൻ വരെ അല്ലെ, അത് അവരൊരു എന്താ പറയാ, അവരെ കെട്ടിടക്കും ആ ഒരു മനോഭാവത്തോടു കൂടി അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ആ ഫെസ്റ്റിവൽസിലെ വോളണ്ടിയേഴ്സ് പദവി അംഗീകരിക്കാൻ കഴിയും. എന്തോ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒക്കെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അത് തന്നെ നമ്മുടെ SPC എന്നൊക്കെ പറയില്ലേ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രോഗ്രാംസ്, SPC. ഓക്കെ, അതുപോലെ തന്നെ NSS ക്ലബുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മള്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വോളണ്ടിയർ സർവീസസ് ആണ് അവർ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോഗ്രാംസിൽ വരുമ്പോഴാണ് അവർക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്നത്. ഇനി ഓർഗനൈസിംഗ് ക്യാമ്പ്സ് ഫോർ ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ. ശുചിത്വത്തിന്റെ ഇമ്പോർട്ടൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെ, ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മൈനർ ക്രിയേഷൻ വർക്ക്സ് ഇൻ and outside the school like laying out clean roads, garden, whitewashing, etc. ഇനി മറ്റു മൈനർ ക്രിയേഷൻ വർക്കുകൾ, അതായത് സ്കൂളിന് ഔട്ട്സൈഡ് ഉള്ള വർക്കുകൾ കുട്ടികളെ കൊണ്ട്, അതായത് ചെറിയ ചെറിയ റോഡ്സുകൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഗാർഡൻസ്, ചെറിയ പൂന്തോട്ടങ്ങള്. ഗാർഡൻസ് തന്നെ എന്താണ് നമ്മള് ചെറിയ സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ചെറിയ ചെറിയ പെയിന്റിങ്സ് ഒക്കെ കൊടുക്കുക. അത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ? അതൊരു സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തണം. ഗാന്ധിജയന്തിക്കൊക്കെ ഉണ്ടാവേണ്ടല്ലോ. എന്തോ ഗാന്ധി ജയന്തിന്റെ സമയത്തൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. ചെയ്യിപ്പിക്കും. പിന്നെ നമ്മള് അത്തരത്തിൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെടുത്തിയാണ് കുട്ടികളെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. Then organizing public recognition campaigns, environmental pollution aids, evils of dowry, etc. എന്താണ് ഓർഗനൈസിംഗ് പബ്ലിക് റെക്കഗ്നീഷൻ ക്യാമ്പയിൻസ്? പബ്ലിക് റെക്കഗ്നീഷൻ ക്യാമ്പയിൻസ് എന്തൊക്കെയാണ്?
പബ്ലിക് റെക്കഗ്നീഷൻ ക്യാമ്പയിൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷനെ എന്താണ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടാവില്ല അതുപോലെ ക്യാമ്പയിൻസ്. എൻവയോൺമെന്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതി മലിനീകരണം. നല്ല അടിയുള്ളതായിരുന്നു. അടിയുള്ളതായിട്ടുണ്ട്. ഇന്ന് തുടങ്ങി ഒന്നും പറയണില്ല. ഓക്കെ, പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സിബിഷൻ സഹായങ്ങൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻസ് തടയുന്ന തരത്തിലുള്ള പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ് ഈവൽസ് ഓഫ് ഡാബർ എക്സെട്ര ക്യാമ്പയിൻസ് വിഷയങ്ങളാണ്. ഈവൽസ് ഓഫ് ഡാബർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീധനത്തിന്റെ തിന്മകൾ തുടങ്ങി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതു ക്യാമ്പുകൾ അല്ലെ, പൊതു ക്യാമ്പയിൻസുകൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് കണ്ടക്ട് ചെയ്യിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് സോഷ്യൽ സർവീസസുകൾ നടത്താനായിട്ട് സാധിക്കുക. ബോധവൽക്കരണ ക്ലാസ് ആണോ? അതെ അതെ, യെസ്, വെരി ഗുഡ്. ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് അവയർനെസ് പ്രോഗ്രാംസുകളാണ്, അവയർനെസ് ക്ലാസ്സുകളാണ്. എന്തിനെയൊക്കെ കുറിച്ചിട്ട്? എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് സ്ത്രീധനത്തിന്റെ തിന്മകൾ ഉളവാക്കുന്ന സ്ത്രീധനത്തിന്റെ തിന്മകൾ മുതലായവ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിൻസുകൾ. അല്ലെങ്കിൽ ഇത് ഈ ഒരു വിഷയം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞുള്ളൂ. പല വിഷയങ്ങളും നമുക്ക് അതൊരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വോളണ്ടറി സർവീസസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസിൽ. പിന്നെന്താ? ഓർഗനൈസിംഗ് ക്യാമ്പ് ഫോർ ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ, then participating in mirror creation, works in outside of school laying out, link roads, garden whitewashing, etc. Then organizing public campaigns. അതിൽ ഏത് വിഷയം വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഈവിൾ ഓഫ് ടാബർ എക്സെട്ര. സഹായങ്ങൾ എന്നുള്ള രീതിയിലാണ് കേട്ടോ. കാരണം ക്യാമ്പയിൻസിൽ നമ്മൾ അവയർനെസ് പ്രോഗ്രാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള എയ്ഡ്സുകൾ, മറ്റേ എയ്ഡ്സ് അല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. എയ്ഡഡ് എന്നൊക്കെ പറയില്ലേ നമ്മള്, സഹായ സാമഗ്രികൾ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നൊക്കെ ടോപ്പിക് കൊടുക്കുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ മെഷേഴ്സ് അവിടെ സ്വീകരിക്കാൻ സാധിക്കും. ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന രീതിയിലല്ല, അവബോധം കൊടുക്കുകയാണ് അത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൂടെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ ഏത് ടോപ്പിക്കാണോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കാം. അത്തരത്തിലൂടെ ഇപ്പൊ കറന്റ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കോവിഡ് ആയിരുന്നപ്പോ കോവിഡിനെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടായി. പിന്നെ ഒരു തവണ ചിക്കൻ ഗുനിയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ നിന്ന് അതിന്റെ അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. വീടുകളിൽ തുറന്നുള്ള നടക്കാം. അപ്പൊ അത് കറന്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻസ് ഉണ്ടാവുള്ളൂ. അതെ അതെ, യെസ്. അന്ന് കോവിഡ് ടൈമിൽ ബ്രേക്ക് ദ ചെയിൻ ആയിരുന്നു അല്ലെ, ബ്രേക്ക് ദ ചെയിൻ അതായിരുന്നു ക്യാമ്പയിന്റെ പേര്. ഓക്കെ, യെസ്. നമ്മുടെ ഇപ്പോ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. ഇത് പോയി നന്നായിട്ട് അതൊക്കെ വായിക്കാം, മനസ്സിരുത്തി വായിക്കാം. ദെൻ യൂണിറ്റ് 8 നെക്സ്റ്റ് ഗുഡ് മാനേഴ്സ് ആണ്. അതും ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് നോക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, യെസ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഞാൻ ചെയ്യാം. ഞാനാണ്. അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസകന്യകയോ പുരാസ്കന്യകയോ അളകനന്ദതീരം അരുണസന്ധ്യാനേരം പൗർണമി പോലെ
താപസ കന്യകയോ ഒരാശ്രമ കന്യകയോ എന്തിനു ദൂരെ നീ മിഴിനട്ടു വീണു കമലദളം നുള്ളി നിന്നു എന്തിനു ദൂരെ നീ മിഴിനട്ടു കേണു കമലദളം നുള്ളി നിന്നു അകലെ നിലാവ് പാടും ലോലമാം പാട്ടിനു നീ ചെവിയോർത്തു സ്വപ്നരഥമേറി വന്നുവോ പുഷ്പശരമേറ്റു മനം നൊന്തുവോ അളകനന്ദാതീരം അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയവതാരോ താപസ കന്യകയോ ആശ്രമ കന്യകയോ. താങ്ക് യു മിസ്. ഓക്കെ സുലക്ഷ്മി, നല്ലൊരു പാട്ട് കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. ദിവ്യ ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. എന്താ മിസ്? ഞാൻ കേട്ടില്ല. അല്ലേ?